അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയുടെ പുണ്യത്തിലേക്ക് കടക്കുവാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ആറ്റുകാലമ്മയുടെ തിരുമുന്നിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധമായ ഈ പുണ്യത്തിൽ പങ്കുചേരുവാൻ സ്ത്രീകളുടെ മനസ്സും ശരീരവും തയ്യാറായിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലേക്ക് 2 ദിവസം കൂടി കഴിയുമ്പോൾ ജാതി മത ഭേദമന്യേ നാനാ സ്ഥലങ്ങളിൽ നിന്നും അമ്മമാരും സഹോദരിമാരും ഒഴുകിയെത്തും. അവർക്ക് സൂര്യൻ്റെ ചൂടോ അഗ്നിയുടെ ചൂടോ ഒന്നും തന്നെ ഒരു പ്രശ്നമേ ആയിട്ട് തോന്നില്ല. കാരണം ഭക്തിയുടെ ചൂടിലൊന്നുമല്ല എന്നത് വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്നത്. ആറ്റുകാൽ പൊങ്കാല അന്ന എന്ന ബ്രഹ്മത്തെയും അഗ്നി എന്ന തേജസ്സിനെയും അറിയുവാനുള്ള യജ്ഞം കൂടിയാണ്. ഇനി ഏതെല്ലാം തയ്യാറെടുപ്പുകളാണ് വേണ്ടുന്നതെന്ന് നോക്കാം. പലരുടെയും സംശയമാണ് എങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടത്, എങ്ങനെയാണ് മനസ്സിനെ ആ ഒരു പുണ്യത്തിനായിട്ട് ഉണർത്തേണ്ടുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് ഈ പൊങ്കാല ഇടാനായിട്ട് കഴിയുകയുള്ളൂ. ഇങ്ങനെ പലർക്കും പല സംശയങ്ങളുണ്ട്. ആറ്റുകാൽ ഭഗവതിയുടെ മുന്നിലെത്തി അനുവാദം വാങ്ങി അവിടെ തന്നെ പൊങ്കാല ഇടുന്നത് വളരെയധികം മഹത്തരമായിട്ടുള്ള ഒന്നാണ്. അതായത് ദേവിയുടെ ക്ഷേത്രത്തിനു സമീപമായിട്ട് എവിടെയെങ്കിലും ദേവിയെ ദർശിച്ചുകൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ കഴിഞ്ഞാൽ വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. എന്നാൽ എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല. കാരണം ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആറ്റുകാലിലേക്ക് പൊങ്കാലയ്ക്ക് വരുന്നവർ തലേന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷേത്രത്തിന് സമീപം തന്നെ എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. കാരണം അത്രയേറെ ജനങ്ങൾ വന്ന് തിങ്ങി നിറയുന്ന ഒരു സമയം കൂടിയാണ് ഈ പൊങ്കാല സമയം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ പൊങ്കാലയിൽ പങ്കെടുക്കാവുന്നതാണ്. തിരുവനന്തപുരത്തിന് പുറത്തുള്ള ജില്ലക്കാർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും എന്തിനേറെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് പോലും തീർച്ചയായും ഈ പൊങ്കാലയിൽ ഭാഗമാകാനായിട്ട് കഴിയുന്നതായിരിക്കും. അടുത്തതായിട്ട് എന്താണ് ഈ പൊങ്കാല എന്ന് നോക്കാം. പൊൻകാലമാണ് പൊങ്കാല എന്ന് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മനസ്സും ശരീരവും തയ്യാറാകേണ്ടത് എങ്ങനെയാണ്? പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളാണ് പൊങ്കാല ഏറ്റവും കൂടുതൽ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളാണ് കുടുംബത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. അതുപോലെ തന്നെ സ്നേഹിക്കുവാനുള്ള മനസ്സ് കൂടുതൽ ഉള്ളതും സ്ത്രീകൾക്ക് തന്നെയാണ്. സ്ത്രീകൾ കരുതലോടെ നല്ല ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ പൊങ്കാല എന്നത് ഒരു യജ്ഞം തന്നെയായി മാറുന്നതായിരിക്കും. ലോകം മുഴുവനും ഐശ്വര്യം നിറയട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി വേണം പൊങ്കാല നമ്മൾ സമർപ്പിക്കാനായിട്ട്. അല്ലാതെ നമുക്ക് മാത്രം നന്നാവട്ടെ, നമ്മുടെ അയൽവക്കക്കാരൊക്കെ നശിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം നന്നായിട്ട് വന്നാൽ മതി, മറ്റുള്ളവരൊന്നും നന്നാവണ്ട എന്നൊരു ചിന്ത ഒരിക്കലും ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത് മനസ്സിലേക്ക് വരാനായിട്ടേ പാടില്ല. ആറ്റുകാൽ പൊങ്കാല എന്നത് ഒരു ദിവസം മുഴുവൻ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രാർത്ഥനയോടുകൂടി ദേവിക്ക് മുന്നിൽ തൻ്റെ കടപ്പാടും ഉത്തരവാദിത്വവും സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്നത് ആദ്യം തന്നെ അർപ്പണ മനോഭാവവും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരികയോ പൊങ്കാലയ്ക്കായിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യരുത്. മൺകലങ്ങളിൽ തന്നെ പൊങ്കാല ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊങ്കാല ഇട്ടതിന് ശേഷം അത് കൊണ്ടുപോകുന്ന പാത്രങ്ങളും പ്ലാസ്റ്റിക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൊണ്ടുവരുന്ന അരി, ശർക്കര, തേങ്ങ ചിരകിയത് ഇതൊന്നും പ്ലാസ്റ്റിക് പാത്രത്തിലോ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞോ കൊണ്ടുവരാതെ ഇരിക്കുക. ഇലപ്പൊടിയോ മൺചട്ടിയിലോ ഒക്കെ ആയിട്ട് കൊണ്ടുവരിക. പൊങ്കാലയൊക്കെ അർപ്പിച്ചതിന് ശേഷം തിരികെ പോരുമ്പോൾ മണ്ണിന് ദോഷമായിട്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണിൽ ലയിച്ചു ചേരാത്തതോ ആയ ഒന്നും അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോരുകയേ അരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊങ്കാലയുടെ പൂർണ്ണമായ പുണ്യം ഒരിക്കലും നമ്മളിലേക്ക് എത്തില്ല. പരിസരത്തെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ പരിസരത്തെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ എന്നുള്ളത് ഒരു സ്ത്രീകൾക്കും സാധ്യമായ കാര്യമാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും എല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പൊങ്കാല അർപ്പിക്കുന്ന ഓരോ സ്ത്രീകളും ഒരു യജ്ഞാചാര്യന്റെ കടമ കൂടിയാണ് നിർവഹിക്കുന്നത്. ദേവിക്ക് മുന്നിൽ നിറഞ്ഞു കത്തുന്ന തിരുനാളത്തിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വന്ന്
ഭൂമിയിലെ തിന്മയെ നശിപ്പിച്ച് നന്മയ്ക്കായി വാതിൽ തുറക്കുന്ന ഒരു പുണ്യ നിമിഷമാണ് ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി ജ്വലിക്കുന്ന ആ ഒരു പുണ്യ നിമിഷം അത്രയേറെ വിശിഷ്ടപ്പെട്ടതാണ്. അതിനു വേണ്ടിയാണ് ലക്ഷോപലക്ഷം സ്ത്രീകൾ കാത്തിരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപം പൊങ്കാലയിടുന്നവർ ഈ ഭണ്ഡാര അടുപ്പിൽ വെച്ചിരിക്കുന്ന നാഗപ്പാന എന്നാൽ ഭണ്ഡാര അടുപ്പിൽ നിവേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന പാത്രത്തെയാണ് നാഗപ്പാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാഗപ്പാനയ്ക്ക് താഴെ അടുപ്പിൽ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അഗ്നി നമുക്കരിയിൽ എത്തുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതായത് ദൂരോട്ടുള്ളവർക്കൊന്നും ആ അഗ്നി എത്താനായിട്ട് സാഹചര്യം ചിലപ്പോൾ പറ്റണമെന്നില്ല. നമ്മൾ ആ ക്ഷേത്രത്തിന് സമീപമുള്ളവർക്കൊക്കെ ഈ അഗ്നി ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള അഗ്നി എത്തുന്നതായിരിക്കും. ചിലപ്പോൾ കുറച്ച് വൈകിയായിരിക്കും എത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ച് വേണം ഇരിക്കാനായിട്ട്. പൊങ്കാല സമർപ്പണം തുടങ്ങി നിവേദ്യം വരെയുള്ള സമയവും നമ്മൾ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ തെളിയുന്ന അഗ്നിയിലും അടുപ്പിലും പാത്രത്തിലും എന്തിനേറെ പൊങ്കാലയ്ക്കായി കരുതുന്ന എല്ലാ വസ്തുക്കളിലും നമുക്ക് ദേവിയെ കാണാനായിട്ട് കഴിയണം. എന്നാൽ ക്ഷേത്ര പരിസരത്തിന് പുറത്തോ അല്ലെങ്കിൽ ദൂരെയോ ഉള്ളവർ അവരവരുടെ വീടുകളിലൊക്കെ പൊങ്കാലയിടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ വ്രതമൊക്കെ നോറ്റ് അത്രയും പവിത്രമായിട്ട്, കാരണം ക്ഷേത്രത്തിലെത്തി പൊങ്കാലയിടാൻ കഴിയാത്തവർക്ക് പൊങ്കാലയിടണം എന്നുള്ള ആഗ്രഹത്താൽ അവരവരുടെ വീടുകളിൽ തന്നെ ഒരു പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയിടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണെങ്കിൽ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കണം. എപ്പോഴാണോ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഇപ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴും തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിയുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഈ 5 തിരിയിട്ട വിളക്കിൽ നിന്നും ഒരു കൈവിളക്കിലേക്ക് ദീപം പകരുക. ആ കൈവിളക്കിൽ നിന്ന് വേണം അടുപ്പിലേക്ക് നമുക്ക് ദീപം പകരാനായിട്ട്. ഈ സമയം ലോകം മുഴുവൻ സുഖമായിരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോട് കൂടി വേണം നമ്മൾ അഗ്നി പകരാനായിട്ട്. ദേവനെ നമിച്ചിട്ട് വേണം ആദ്യം തന്നെ അഗ്നി പകരാൻ. സകല രോഗദുരിതങ്ങളും നീക്കാൻ സൂര്യദേവനോട് പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ അന്ധകാരത്തെ ഇല്ലാതാക്കണം. അതിനായിട്ട് സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നത്. ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലോകം മുഴുവനുള്ള ഇരുട്ടിനെ മാറ്റിയതിന് ശേഷം വെളിച്ചത്തെ പ്രദാനം ചെയ്യുക. അതായത് തിന്മയെ നശിപ്പിച്ചതിന് ശേഷം നന്മയെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്നത്. അഗ്നി അടുപ്പിലേക്ക് പകർന്നാൽ പിന്നീട് നമ്മുടെ ശ്രദ്ധ അടുപ്പിൽ മാത്രമായിരിക്കണം. ചുറ്റുപാടും അവിടെ ഇവിടെയൊക്കെ നോക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാതെ ദേവീനാമങ്ങൾ മാത്രം ചൊല്ലി അങ്ങനെ ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വേണം പൊങ്കാല അർപ്പിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ പുണ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. കിഴക്കോട്ട് നോക്കി വേണം പൊങ്കാല ഇടാനായിട്ട്. പൊങ്കാല ഇടുന്നവർ 3 ദിവസം എങ്കിലും കുറഞ്ഞത് വ്രതം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആൾക്കാർ 41 ദിവസം, ചിലർ 21 ദിവസം, ചിലർ 7 ദിവസം, 5 ദിവസം ഒക്കെ വ്രതം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറഞ്ഞത് നമ്മൾ 3 ദിവസമെങ്കിലും വ്രതം എടുത്തിരിക്കണം. അതുപോലെ തന്നെ ശർക്കര പായസമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. അതിനായിട്ട് ഉണക്കലരി, ശർക്കര, നാളികേരം, പഞ്ചസാര, ചെറുപഴം, തേൻ, കൽക്കണ്ടം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവയൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പം പഞ്ചസാരയോ തേനോ എന്തെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം ചേർക്കുന്നത് അത്യുത്തമമാണ്. കൂടാതെ നമുക്ക് വെള്ള നിവേദ്യം, തെരളി, മണ്ടപ്പുറ്റ്, അട എന്നിവ ദേവിക്ക് നിവേദിക്കാവുന്നതാണ്. ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ശർക്കര പായസം ദേവിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ്. അത് അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ശർക്കര പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ അരവണ ഉണ്ടാക്കുന്നത് പോലെ ഒരിക്കലും ശർക്കര പായസം ഉണ്ടാക്കരുത്. ശർക്കര പായസം ഉണ്ടാക്കുന്നതിന് അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഇടാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അരി വേവത്തില്ല. വേവാതിരിക്കുന്ന പായസം അല്ല നമുക്ക് ദേവിക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. നല്ല വെന്ത പായസമായിരിക്കണം നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത്.
ഏതെങ്കിലും ആഗ്രഹ സാധ്യത്തിനായിട്ട് നമുക്ക് വെള്ള നിവേദ്യം നടത്താവുന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തി തരണേ ദേവി എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ള നിവേദ്യമൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ തലവേദനയ്ക്കും കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ നമുക്ക് മണ്ടപ്പുറ്റ് നിവേദിക്കാവുന്നതാണ്. ദേവിയുടെ ഒരു ഇഷ്ട നിവേദ്യം കൂടിയാണ് മണ്ടപ്പുറ്റ്. അടുത്തതായിട്ട് ധനസമൃദ്ധിക്കാണ് തെരളി വഴിപാട് നമ്മൾ നടത്തുന്നത്. അതുപോലെ നമ്മൾ ഈ നിവേദ്യമൊക്കെ നടത്തുമ്പോൾ പുത്തൻ മൺകലത്തിൽ വേണം നിവേദ്യം തയ്യാറാക്കാനായിട്ട്. അതായത് കരി പിടിച്ച പാത്രത്തിൽ നിവേദ്യം തയ്യാറാക്കുന്നതിനേക്കാൾ ഉത്തമം പുതിയ മൺകലത്തിൽ തന്നെ നിവേദ്യം തയ്യാറാക്കുന്നതിനാണ്. മൺകലം ശരീരമായിട്ടും നിവേദ്യം മനസ്സാണെന്നും സങ്കല്പത്തിൽ വേണം ഈ നമ്മൾ പൊങ്കാല സമർപ്പിക്കാനായിട്ട്. പൊങ്കാല തിളച്ചു തൂവുമ്പോൾ ഏത് ഭാഗത്തേക്കായാലും ഒരു ദോഷവും ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആൾക്കാരും പറയുന്നതാണ് പൊങ്കാല തിളച്ചു തൂവുമ്പോൾ കിഴക്കോട്ട് തൂവണം, ഇല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തൂവണം എന്നൊക്കെയുള്ള ഓരോ ദിക്കിലേക്ക് തെക്കോട്ട് തൂവിയാൽ ഇങ്ങനെ ദോഷമുണ്ട്, വടക്കോട്ട് തൂവിയാൽ ഇങ്ങനെയുള്ള ദോഷമുണ്ട് എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് തിളച്ചു തൂവിയാലും യാതൊരു വിധമായ ദോഷവും ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല മനസ്സോടും മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കുന്ന രീതിയിലുള്ള നല്ല മനസ്സോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പുണ്യം നമുക്ക് തന്നെ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൽ ഇന്ന ഭാഗത്തോട്ട് തിളച്ച് തൂവുമ്പോഴാണ് അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്തോട്ട് തിളച്ച് തൂവിയത് കൊണ്ടാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടായത് എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ടുന്ന ഒരു കാര്യവും അതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ നല്ല വസ്ത്രമായിരിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പുതിയ വസ്ത്രം വാങ്ങാനൊന്നും മാർഗ്ഗമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ നല്ല മനസ്സായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. മറ്റുള്ളവരെ ദുഷിക്കുന്ന ഒരു മനസ്സാവാതെ ഒരു നല്ല മനസ്സായിരിക്കണം പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മളുടേത്. അതുപോലെ വൃത്തിയുള്ള ശരീരവുമായിരിക്കണം. ഇത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് പീരീഡ് കഴിഞ്ഞ് ശരീരശുദ്ധി ആയിക്കഴിഞ്ഞാൽ ഒരു 9 അല്ലെങ്കിൽ 10 12 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ മരണം നടന്നു കഴിഞ്ഞാൽ 1 വർഷം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. 1 വർഷം കഴിഞ്ഞതിന് ശേഷമേ പൊങ്കാല സമർപ്പിക്കാവൂ, ക്ഷേത്രത്തിൽ പോകാവൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൻ്റെ ഒരാവശ്യവും ഇല്ല. കാരണം 16 ദിവസം 16 രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പുലയും കഴിയുന്നതാണ്. കാരണം ജനിച്ച് 16 കഴിഞ്ഞാൽ നമ്മുടെ പുല മാറും. അതുപോലെ തന്നെ മരിച്ചും 16 കഴിയുമ്പോൾ നമ്മുടെ പുല മാറുന്നതാണ്. യാതൊരു വിധമായ പുലയും, കാരണം പൂജാരിമാരൊക്കെ ക്ഷേത്രത്തിലും 16 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രവേശിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ 16 കഴിഞ്ഞാൽ എല്ലാ പുലയും കഴിയുന്നതായിരിക്കും. അപ്പോൾ അത് ഈ വർഷം 2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അത് രാവിലെ 9:45 തുടക്കമാകും. ഉച്ച കഴിഞ്ഞ് 2:15 നിവേദിക്കുന്നത്. സർവ്വചരാചരങ്ങളുടെയും അമ്മയായ ദേവിയുടെ പൊങ്കാലയിൽ പങ്കെടുത്ത് സർവ്വവിധ ഐശ്വര്യവും നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.